പെട്ടെന്ന് കത്തയച്ചിട്ട് ദേവി എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്നായിരുന്നു കേട്ടോ എനിക്ക് തൃശ്ശൂരിൽ നിന്നൊരു കത്ത് വന്നത്. പഠിച്ചതൊക്കെ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ഒറ്റയ്ക്ക് വരിക എന്നാലോചിക്കുമ്പോൾ അന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു ഒറ്റയ്ക്കുള്ള യാത്ര. പക്ഷേ ഇപ്പോൾ കല്യാണത്തിന് ശേഷം എന്താണെന്നറിയില്ല, ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകുന്ന കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേട്ടോ ഞാൻ, പ്രത്യേകിച്ച് നന്ദുവിനെ. കല്യാണത്തിന് ശേഷം എവിടെ പോയാലും അവൻ ഉണ്ടാവണമെന്ന് എനിക്കൊരു നിർബന്ധമാണ്. പക്ഷേ ഇന്ന് വരെ അതിനൊരു ശല്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടോ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഏതൊരു പോയിന്റിൽ വന്നാലും അതൊരു ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ഞാൻ തന്നെ അവനോട് പറഞ്ഞു, ഈ യാത്ര ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന്. ഞങ്ങളങ്ങനെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. 2 ദിവസം പ്ലാൻ ചെയ്തൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. നന്ദു ഇല്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടിയിരിക്കുന്നത് ഇതിനെ കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലൊരു സാധനം നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണ്. കേക്കല്ല, പുള്ളിക്കാരി കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ട്രെയിൻ എത്തി, ഞങ്ങൾ ട്രെയിനിൽ കയറി. സൈഡ് സീറ്റായിരുന്നു കേട്ടോ കിട്ടിയത്. പിന്നെ കുറേ നേരം പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. എത്ര ആലോചിച്ചാലും എനിക്ക് ഏതെങ്കിലും വണ്ടി കയറി അപ്പോൾ ഉറങ്ങണം. കുറേ നേരത്തെ ഉറക്കത്തിന് ശേഷം നന്നായിട്ട് വിശന്നു കേട്ടോ. വിശന്നപ്പോൾ ചാടി എണീച്ച് 2 പേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുക. ഈ നോക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് തൊട്ടടുത്തായിട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാപ്പ എല്ലാവരും സംസാരിച്ചിരുന്ന് കഴിക്കുക. അതിൽ നിന്ന് ഒരെണ്ണം മൂക്ക് വേണോ എന്നാരും ചോദിക്കുന്നില്ലല്ലോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്താറായപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ ചീവി, വെറുതെയാണ് കേട്ടോ പേജ് മഴ. അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവർ കാല് കുത്തുമ്പോൾ അങ്ങനെയാണല്ലോ. മഴ മാത്രമല്ല, നല്ല ഇടിയും മിന്നലും ഉണ്ട്. ഫോണൊക്കെ വേഗം ബാഗിൽ വെച്ച് ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടോ. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനൊരു റിസോർട്ട് സെലക്ട് ചെയ്തത്. പഠിക്കുന്ന സമയത്തൊക്കെ അടുത്ത് ഇങ്ങനൊരു റിസോർട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ പോകാനുള്ളൊരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എന്തായാലും അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. പോയതിൻ്റെ ഉദ്ദേശം വേറെ ആണെങ്കിലും ഞങ്ങൾ 2 ദിവസം കുത്തിയിരുന്നുള്ള പ്ലാനാട്ടോ. പ്ലാനിങ്ങൊക്കെ കേട്ടാൽ തോന്നും ഏതോ വലിയ ട്രിപ്പിനാണ് പോകുന്നതെന്ന്. 2 ദിവസമെങ്കിൽ 2 ദിവസം നന്നായിട്ട് അടിച്ച് പൊളിക്കണമെന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പോയത്. കൂടെ ഇനി ഒരാളൂടെ ഉണ്ട് കേട്ടോ. അവൾക്കവിടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. അവൾ അവിടെയാണ്. അവൾ നൈറ്റ് എത്തും. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന പ്രഹസനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വെള്ളം ആരെ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെത്താനെ അങ്ങ് നിന്നോളും. അതറിയാതെ ഞങ്ങൾ 2 പേരും അതി പിടിച്ചിട്ട് തൂങ്ങി വിളിക്കായിരുന്നു കേട്ടോ. അത് വെള്ളം വരുന്നത് നിൽക്കാനൊരു സാഹചര്യം ഞങ്ങൾ കൊടുക്കണ്ടേ, ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങൾ വീണ്ടും അതി പിടിച്ചിട്ട് വലിക്കുകയാണ്. ഇതിലൂടെ മനസ്സിലായില്ലേ, ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും മാറി നിന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പൂളുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടുത്തെ പൂള് കണ്ടിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാമോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ 2 പൂള് നോക്കിയാണ് കേട്ടോ പോകുന്നത്. പൂൾ ഇതിനകത്ത് എവിടെയാണ് എന്നുള്ളതാണ് ഞങ്ങളെ